ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെൻ ട്രിപ്ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കുറച്ച് മല്ലിയിലയും 4 മുട്ടയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കോഴിമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വരണം. ഇതാക്കണം പുഴുങ്ങിക്കാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാദ്യം ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തപ്പോഴാണ് ഞാൻ കാണുന്നത് 2 മഞ്ഞ ഭാഗം ഇട്ടിട്ടതിന്. ഞങ്ങളിവിടെ ഇതിന് ഉണ്ണി എന്നൊക്കെ പറയും, നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ 2 ഉണ്ട് കേട്ടോ അതിന്. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറേ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതുവരെ ഞാൻ പ്രഗ്നൻസി സ്റ്റോറി അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ പ്രഗ്നൻസി സ്റ്റോറി കാണണം, അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കാണുന്ന കണ്ടു നോക്കുക. ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ അതാക്കണോ ഓരോന്നായിക്കാണ് ഞാനിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാക്കണോ ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്, അതാണ് ഇനി തയ്യാറാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 എണ്ണം ഉണ്ടാക്കുന്ന വിധത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി പെട്ടെന്നൊന്ന് വേണ്ടി വരാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ടി വരേണ്ട ആവശ്യമില്ല, ഗോൾഡൻ കളറൊന്നും ആവേണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ സ്നാക്കിൽ സവാള കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കത് അങ്ങനെ കടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും വഴറ്റാതെ വേണം ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ കേട്ടോ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തതാണ്. ഒരുപാട് ചതച്ചെടുക്കണ്ട, അതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് വേണം ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം മുളകും പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് എരിവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ടോ ചേർത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്തതുകൊണ്ട് തന്നെ മുളകും പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം ഒരു നുള്ളി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുണ്ടോ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തത് ഉപ്പ് പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മല്ലിയിലേൻ്റെ പകരം കറിവേപ്പിലയും കൂടി ഇടാവുന്നതാണ് കേട്ടോ. മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മഞ്ഞ ഭാഗമാണ്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉടച്ചിക്കാണ് ചേർത്ത് കൊടുത്താലും മതി. അതുകൊണ്ട് ഇട്ടതിന് ശേഷം ഞാൻ അതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് പൊരിച്ചെടുക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാനാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു കയ്യിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തതിന് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും പൊടിയാണ് കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയാട്ടോ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്കൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നീടാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ
ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയിക്കാണ്ട് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടിയും കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിക്കാണ്ട് ഒന്ന് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട, നമ്മളൊരു പഴംപൊരീൻ്റെ ഒക്കെ ആ ഒരു ബാറ്ററിൻ്റെ ഒരു തിക്നെസ്സിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. വെള്ളത്തിന് ഇന്ന അളവ് എന്നുള്ളൊരു അളവില്ല കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം ആകാൻ. നമ്മൾ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന രീതിയിൽ വേണം കേട്ടോ ഈ ഒരു ബാറ്റർ ആകാൻ. അതുവരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഫില്ലിങ് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാൻ നിറച്ച് കൊടുക്കുന്നത്. ഒരു ചെറിയ ബോളാക്കിയതിന് ശേഷം ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നാക്കി കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ ആദ്യം 4 മുട്ടയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ആവുമ്പോൾ 8 സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഒരു മുട്ട ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഫില്ലിങ് തയ്യാറാക്കി വന്നപ്പോൾ 6 സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ എല്ലാ മുട്ടകളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 6 എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് ഇതുപോലെ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മക്കളിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സൗണ്ട് ഇടയ്ക്കുണ്ടാവും. എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. എന്നിട്ട് എണ്ണ ചൂടായിക്കണോ എന്നാണ് ഇങ്ങനെ നോക്കുന്നത്. നല്ല എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ആ ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ ഒലിച്ചിറങ്ങാത്ത വിധത്തിൽ വേണം കേട്ടോ. ഈ രീതിയിലൊന്ന് വേണം. ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കാണിട്ടത്. റമദാൻ ആയതുകൊണ്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങളെ കയ്യിൽ ഒരുപാട് ഓയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാറ്റർ ഒന്നും ഉണ്ടാക്കാതെ നമ്മളെ ഫില്ലിങ് തയ്യാറാക്കിയ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ സ്നാക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് എണ്ണയിൽ കടന്ന് മുരിയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ പുറം ഭാഗം ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉൾവശമൊക്കെ അത്യാവശ്യം നല്ല വെന്തിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ ഉൾവശം വെന്തിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഇതാക്കണം ഇതുപോലെ നായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് പിടിക്കാൻ തന്നെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ. അസ്സലാമു അലൈക്കും.